നമസ്കാരം. ചാനൽ സൂപ്പർ ലീഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് വീക്ക് 47 നവംബർ 16 മുതൽ നവംബർ 22 വരെയുള്ള ദിവസങ്ങളിലെ ടെലിവിഷൻ ചാനൽസിൻ്റെ റേറ്റിങ്ങിനെ ആസ്പദമാക്കി അതിൻ്റെ ഒരു വിശകലനമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇലക്ഷൻ റിസൾട്ട് ഡിക്ലറേഷൻ്റെ തൊട്ട് തലേന്ന് വരെയുള്ള ദിവസത്തെ ഡേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇലക്ഷൻ ഡേ അല്ലെങ്കിൽ ഇലക്ഷൻ ഡിക്ലറേഷൻ്റെ ഡേയുടെ ഒരു ഹൈപ്പ് നമുക്ക് ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല, അത് ഉണ്ടായിട്ടുമില്ല. അതിൽ പൊതുവേ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ചാനൽസിൻ്റെ റേറ്റിംഗ് പൊതുവെ കൂടാറുള്ളതാണ് പതിവ്. പക്ഷേ ഇവിടെ എന്തോ ഇത്തവണ ഈ ആഴ്ചകളിലൊന്നും അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് കണ്ടിട്ടില്ല. അന്ന് ഗ്രോത്ത് ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്രോത്തേ ഉള്ളൂ എല്ലാ ചാനൽസും. ആ പൊസിഷൻസ് എല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ GC സെക്ടറിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അത് സ്ഥിരം 1, 2, 3, 4 എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂസ് ചാനലും ആ ഒരു കാറ്റഗറിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കോമ്പറ്റീഷൻ കുറച്ചും കൂടി സേഫ് ആയിട്ട് മാറി. ഏഷ്യാനെറ്റ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു, നമ്പർ 2 റിപ്പോർട്ടർ നിൽക്കുന്നു, നമ്പർ 3 24 നിൽക്കുന്നു, 4th മനോരമ ആൻഡ് 5th മാതൃഭൂമി. ഇതാണ് ആദ്യത്തെ 5 ചാനൽസ് നിൽക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 91.84 ആണ്. ആൻഡ് റിപ്പോർട്ടർ 75.53. ആൻഡ് 24 ന്യൂസ് അവരൊരു ഡ്രോപ്പ് വീണ്ടും കാണിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡ്രോപ്പാണ്. 54.4. ആൻഡ് 4th പൊസിഷനിൽ മനോരമയ്ക്കും ഡ്രോപ്പാണ്, 40.66. ദെൻ 5th പൊസിഷനിൽ മാതൃഭൂമി 33.06. ഇവിടെ നമുക്ക് ഒരുപക്ഷെ നമ്മൾ ടോട്ടൽ ട്രാഫിക് അനലൈസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, അഗ്രസീവായിട്ടുള്ള പ്രസൻറ്റേഷൻ വരുന്ന ചാനൽസിന് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഒരു റേറ്റിംഗ് റിഫ്ലക്ഷൻ കാണുന്നുണ്ട് റേറ്റിങ്ങിൻ്റെ. ഏഷ്യാനെറ്റ് ന്യൂസ് കമ്പാരിറ്റീവ്ലി റിപ്പോർട്ടറായിട്ടും 24 ആയിട്ടും കമ്പയർ ചെയ്യുമ്പോൾ അത്ര കണ്ട് അഗ്രസീവ് ആണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ലീഡർ അവർ വർഷങ്ങളായിട്ട് അവർ ആ ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇപ്പോഴും നമ്പർ 1 പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. റിപ്പോർട്ടറും 24 ആണ് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ പ്രത്യക്ഷമായി കൂടുതലുണ്ടായിരുന്നു. കാരണം ഏകദേശം ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന 2 ചാനൽസാണ്. നമുക്ക് ഒരുപക്ഷെ ലോഗോ മാറ്റി കഴിഞ്ഞിട്ട് ആ ചാനൽ കാണുമ്പോൾ 24 ആണോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ആണോ എന്ന് സംശയം തോന്നാം നോർമലി. കാരണം ഇതിൽ ലേ ഔട്ടിങ്ങും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ. പക്ഷെ ഓക്കെ, കോമ്പറ്റീഷനിൽ നമുക്കതിൽ തെറ്റോ ശരിയോ ഒന്നും പറയേണ്ട കാര്യമില്ല. സെയിം ടൈം മനോരമ മാതൃഭൂമിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ ചാനലിൻ്റെ ബ്രാൻഡ് വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന മീഡിയ പത്രത്തിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് എന്തുകൊണ്ടോ ആ ഒരു ലീഡിങ് പൊസിഷനിലേക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ അവരുടെ ഒരു പതിഞ്ഞ താളത്തിലുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കാം ചിലപ്പോൾ. അതല്ല എങ്കിൽ ആളുകളുടെ ശീലം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ന്യൂസിലേക്കുള്ള ആൾക്കാരുടെ അഗ്രസീവായ ന്യൂസ് എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ന്യൂസിൻ്റെ പ്രസൻറ്റേഷനിൽ ആ പാക്കേജിങ്ങിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പേരിലായിരിക്കാം പ്രേക്ഷകർ കൂടുതൽ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും കൂടുതൽ റേറ്റിംഗ് അവർക്ക് വരുന്നതും. എനിവേ എന്ത് വന്നാലും ശരി, അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നല്ലത് തന്നെയാണത്. ആൻഡ് 7th പൊസിഷനിൽ നിൽക്കുന്നത് ജനമാണ്. ജനം ഇത്തവണ ഗെയിൻ ചെയ്തിരിക്കുന്നത് 22.13, ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ട് അവർക്ക്. ദെൻ കൈരളി 6th പൊസിഷനിൽ ജനം ആൻഡ് 7th പൊസിഷനിൽ കൈരളി 20.99. ദെൻ ന്യൂസ് 18 12.51. ആൻഡ് ലാസ്റ്റ് പൊസിഷൻ മീഡിയ വൺ 9.75. ഈ ഒരു പൊസിഷൻ നിൽക്കുന്നത് ഇവർക്കൊന്നും നമുക്ക് ലാസ്റ്റ് നിൽക്കുന്ന ചാനലിനെ പറ്റി നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അത് ആ ഒരു പാർട്ടായിട്ട് പോകുന്നു എന്നല്ലാതെ നമുക്കൊരു കോമ്പറ്റീഷൻ്റെ ഒരു സ്പിരിറ്റ് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാനില്ല, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കണ്ടന്റ് അല്ല അതിനുള്ള. ഇതാണ് ഈ ആഴ്ചയിലത്തെ ന്യൂസ് ചാനൽസിൻ്റെ ഒരു പൊസിഷൻ. GC സെക്ടറിൽ യാതൊരു മാറ്റങ്ങളും ഇല്ല, ഗെയിൻ ഉണ്ട്. എങ്കിൽ പോലും ഒരു പ്രത്യക്ഷത്തിൽ ഏഷ്യാനെറ്റ് കുറച്ച് കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു 55.83 അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇത് കേരള 2+ൽ വീക്ക് 47 ഏഷ്യാനെറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 659.06 ആണ്. ദെൻ സെക്കൻഡ് പൊസിഷൻ കേരള മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് 199.72. ആൻഡ് മഴവില്ലിൽ 187.94. ദെൻ ഫ്ലവേഴ്സ് 4th പൊസിഷനിലുണ്ട് 171.92. ആൻഡ് 5th പൊസിഷനിൽ സൂര്യ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് 133.65. ഇത് 2+ൽ. സെയിം ടൈം 50 മെയിൽ ആൻഡ് ഫീമെയിൽ അർബനിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിഗർ വൈസ് കുറച്ചും കൂടി നമുക്ക് അട്രാക്റ്റീവാണ്. ഏഷ്യാനെറ്റ് ക്ലോസ് ചെയ്യുന്നത് 822, കേരളം 257, മഴവിൽ മനോരമ
215, ഫ്ലവേഴ്സ് 182, സൂര്യ 153. ഈ അർബനും CS2 ഞാൻ ഡിവൈഡ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നോർമലി നമ്മൾ കേരള 2 എടുത്താൽ മതി. അതാണ് നോർമലി ഓവറോൾ ചാനലിൻ്റെ ഒരു പെർഫോമൻസ് പറയുന്നത്. GC സെക്ടറിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ കാരണം സീരിയൽസ് ആസ് യൂഷ്വൽ എല്ലാ സീരിയലിലും ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിലും സി കേരള ആണെങ്കിലും സൂര്യ ആണെങ്കിലും മഴവില്ലാണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഈ ചാനൽസിലാണ് സീരിയൽസ് കൂടുതലുള്ളത്. കമ്പാരിറ്റീവ്ലി ഫ്ലവേഴ്സ് കുറവാണ്, 2 സീരിയൽസേ പോകുന്നുള്ളൂ. ഇവർക്കൊന്നും റേറ്റിങ്ങിൽ യാതൊരു കൂടുതൽ കുറവൊന്നുമില്ല. ഫിക്സഡ് നമ്മുടെ എന്താ പറയുക 2 പോയിന്റ് കിട്ടുന്നവർക്ക് 2 പോയിന്റ്, 12 പോയിന്റ് കിട്ടുന്ന ഏഷ്യാനെറ്റ് സീരിയൽസ് 12 പോയിന്റ്. സ്റ്റഡിയാണ്, ചെറിയ ദശാംശങ്ങളിൽ മാത്രമേ മാറ്റമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സീരിയലിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ആഴ്ച കുറച്ച് വിവാദമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് സീരിയൽസിന്റെ സെൻസറിങ് വേണമോ വേണ്ടയോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒരുപക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമയ്ക്കേ സെൻസറിങ് വേണ്ട എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഒരു ചിന്തകൾ. കാരണം വെച്ചാൽ സെൻസറിങ് ഒരു പരിധി വരെ സെൽഫായിട്ടുള്ളൊരു സെൻസറിങ് വേണം. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ വേണ്ടുന്ന ഒരു നമുക്ക് എന്ത് കാണിക്കണം എന്ത് കാണിക്കേണ്ട എന്നതിനെ പറ്റിയുള്ള ഒരു അറിവാണ് വേണ്ടത്. ഈ സീരിയൽ സെൻസറിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കലി പ്രോബ്ലം അതൊരിക്കലും പോസിബിൾ അല്ല. ബേസിക്കലി എന്തൊക്കെ മെക്കാനിസം നമ്മുടെ ഇവിടെ നിന്ന് ഗവൺമെൻറ് കൊണ്ടുവന്നാലും ശരി, അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി വളരെ ടഫാണ്. കാരണം ഒരു ദിവസം മിനിമം 4 മണിക്കൂർ കണ്ടന്റ് ഓരോ ചാനലിലും പോകുന്നുണ്ട്. അങ്ങനെ 5 ചാനൽ എടുത്തു പോയാൽ തന്നെ ഏകദേശം നമുക്ക് ഒരു മാസം സെൻസർ ചെയ്യേണ്ട മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 3000-നടുത്ത് മണിക്കൂർ കണ്ടന്റ് നമ്മൾ സെൻസർ ചെയ്യേണ്ടി വരും. അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം മാത്രമല്ല, ഇപ്പോൾ സീരിയൽസിൻ്റെ കുറ്റം പറയുന്ന ആൾക്കാരുമാണെങ്കിലും ശരി, അവർ എത്ര കാലം മുമ്പാണ് സീരിയൽ കണ്ട് നിർത്തിയെന്നറിയില്ല. പൊതുവെ ഒരു ധാരണയുണ്ട് സീരിയൽസ് എല്ലാം വളരെ മോശമായിട്ട് ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അത് ഇപ്പോഴത്തെ സീരിയൽസ് കാണാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരുപക്ഷെ സമൂഹത്തിൽ അതിനേക്കാളും ഈ സീരിയൽ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത്രയൊന്നും സീരിയൽ കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഒരു വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ ശരി, പുരുഷന്മാരാണെങ്കിൽ ശരി, പുരുഷന്മാരും സീരിയൽ കാണാത്ത ആൾക്കാരൊന്നുമല്ല. ഒരു പരിധിയിലപ്പുറത്തെ ആൾക്കാർ കാണുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്. ഒരു സിനിമ കാണാൻ ചിലപ്പോൾ ഇഷ്ടമായിരിക്കില്ല, പക്ഷെ സീരിയൽ അതല്ല. ഒരു അതിനെ കണ്ടിന്യൂഷൻ ഉണ്ട് ആ കഥ കൊണ്ടുപോകുന്നതിലും കാര്യത്തിലൊക്കെ. അത് വളരെ മോശമായിട്ടൊരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സീരിയൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്, സീരിയൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ സീരിയലിനെ കുറ്റം പറയുന്ന കൂട്ടത്തിലല്ല. ഈ സെൻസറിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വൾഗാരിറ്റിയോ അല്ലെങ്കിൽ അതിനെക്കാട്ട് എത്രയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ നെറ്റിലും അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലും OTT പ്ലാറ്റ്ഫോമിലും വരുന്നത്. അതൊക്കെ സെൻസറിങ്ങിന് എന്നുള്ളൊരു ആ ഒരു വിവാദം ശരിക്കും അനാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് സീരിയലിൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ സീരിയലിൻ്റെ ഗ്രോത്ത് ഇപ്പോഴും സ്റ്റഡിയാണ്. അതിൻ്റെ വ്യൂവേഴ്സ് ഫിക്സഡ് ഇപ്പോഴും അതേപോലെ തന്നെ ആ ഒരു സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ സീരിയൽ കാണുക തന്നെ ചെയ്യും, ഒരു സംശയമില്ലാത്ത കാര്യമാണത്. ദെൻ ന്യൂസ് സെക്ടറിൽ അടുത്ത ആഴ്ച കുറച്ചും കൂടി ചിലപ്പോൾ ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്തൊരു ദിവസമാണ്. ആ ഒരു ദിവസത്തെ ഗ്രോത്ത് ഉണ്ടാവും. അതർവൈസ് എല്ലാം നോർമൽ തന്നെയായിരിക്കും സാധ്യതയുള്ളത്. നമ്മളൊരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുപക്ഷെ വീക്ക് 48 കിട്ടാൻ സാധ്യതയുള്ളത് 93 മുതൽ 96 വരെയുള്ള ഇടയിലുള്ള റേറ്റിംഗ് അവർക്ക് കിട്ടാം. എനിക്ക് തോന്നുന്നു ഒരു 94 അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. റിപ്പോർട്ടറും വലിയ ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു 76-79 ഇടയിൽ 80 മുകളിൽ കിടക്കാൻ സാധ്യത കുറവാണ്. 24 ന്യൂസ് ഡ്രോപ്പ് ആയിരിക്കും, 55 to 58 വരെ സാധ്യതയുണ്ട്. ആൻഡ് മനോരമ അതിനനുബന്ധമായിട്ട് തന്നെ 40-43 ഇടയിൽ ക്ലോസ് ചെയ്യും. മാതൃഭൂമി 31-36 ഇടയിൽ ക്ലോസ് ചെയ്യും. ജനം 22-26 ഇടയിൽ. ദെൻ കൈരളി 20-22 അതിനപ്പുറത്ത് പോകാൻ സാധ്യതയില്ല. ന്യൂസ് 80 20-25 വരെ പോവാം. മീഡിയ 1 മാക്സിമം 10 to 12 അല്ലെങ്കിൽ ഒരു 30 വരെ പോവാം, 13 വരെ പോവാം. ഇതായിരിക്കും അടുത്ത ഒരു വീക്ക് 48 ഒരു ഫോർകാസ്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് ശരിയായിക്കൊള്ളുന്നില്ല. നമ്മൾ ഈ ഒരാഴ്ച ചാനൽ റാൻഡം മോണിറ്ററിങ്ങിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു ഫോർകാസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും പുതിയ വേറെ കുറച്ചും നല്ല റേറ്റിംഗ് ആവട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്. എല്ലാ സമയത്തും ഒരു കോമ്പറ്റീഷൻ വരണം. ഈ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 തമ്മിലുള്ള ഗ്യാപ്പുകൾ വളരെ കുറഞ്ഞ് നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ആകുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനും നമുക്കൊരു ത്രില്ലിംഗ് ആണ്. ഈ ആഴ്ച ആരായിരിക്കും, അല്ലെങ്കിൽ താഴെ പോവോ അല്ലെങ്കിൽ മുകളിൽ പോവോ എന്നുള്ള ഒരു സംശയവും ഒരു സസ്പെൻസും അതിലുണ്ടാവും. ഇപ്പം അങ്ങനെ ഇല്ല, വളരെ സേഫായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അടുത്ത ആഴ്ച കുറച്ചും കൂടി നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.